മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ദേവന്മാരുടെ സിദ്ധികളൊക്കെ ലഭിച്ച അർജുനനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇന്ദ്രൻ തേരുമായി മാതലിയെ അയച്ചു. അങ്ങനെ അർജുനൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്ദ്രപുത്രനായ അർജുനൻ സ്വർഗത്തിലേക്ക് എത്തി. സ്വർഗത്തിന്റെ ശോഭയും സുഗന്ധവും ദിവ്യത്വവും അർജുനനെ സ്തബ്ധനാക്കി. താപസന്മാർക്കും യാജ്ഞികന്മാർക്കും വീരപുരുഷന്മാർക്കും മാത്രം പ്രാപ്യമായ സ്വർഗത്തിലെ ദൃശ്യങ്ങൾ നയനാനന്ദകരം ആയിരുന്നു. ദേവേന്ദ്രൻ അർജുനനെ അടുത്തിരുത്തുകയും ചുംബിക്കുകയും ചെയ്തു. തുടർന്ന് അപ്സരസുകളുടെ നൃത്തവും ദിവ്യാസ്ത്രങ്ങളൊക്കെ അവിടെ നിന്നും അഭ്യസിച്ചു. വജ്രായുധം പ്രയോഗിക്കാനും പഠിച്ചു. തുടർന്ന് സഹോദരങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചെങ്കിലും 5 വർഷം ഇന്ദ്രന്റെ കൂടെ ഇന്ദ്രന്റെ വസതിയിൽ താമസിക്കുകയാണ് ഉണ്ടായത്. ദേവലോകത്തെ ചിത്രസേനന്റെ അടുത്തുപോയി നൃത്തവും സംഗീതവും അഭ്യസിക്കണമെന്ന് ഇന്ദ്രൻ അർജുനനോട് പറഞ്ഞു. ഭൂമിയിൽ കാണാത്ത ചില സംഗീത ഉപകരണങ്ങൾ അഭ്യസിക്കാനും പറഞ്ഞു. തുടർന്ന് അർജുനനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അപ്സരസായ ഉർവശിയെ അയക്കുകയും ചെയ്തു. അർജുനന്റെ ഗുണഗണങ്ങളെല്ലാം ഇന്ദ്രൻ ഉർവശിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അർജുനനെ ഒരുപാട് ഇഷ്ടപ്പെട്ട അർജുനനിൽ ആകൃഷ്ടയായ ഉർവശി പ്രേമ വിവശയായി അർജുനന്റെ അടുക്കലേക്ക് വരികയാണ്. ശരിക്കും അർജുനന്റെ പൂർവ്വ പിതാമഹന്മാരുടെ അമ്മയാണ്, പൂരുവംശത്തിന്റെ മാതാവാണ് ഉർവശി. ആ ഒരു ഭാവത്തോടെയാണ് അർജുനൻ ഉർവശിയെ കണ്ടിരുന്നത്. അർജുനന്റെ ഭക്തി കണ്ട് ഉർവശി അത്ഭുതപ്പെട്ടു. ഞാൻ അങ്ങയെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങന്റെ ഭർത്താവായി വരണം. അത് കേട്ട് അർജുനൻ സ്തബ്ധനായി നിന്നുപോയി. ഞാനൊരു മാതാവിനെ നോക്കുന്ന പോലെയാണ് നിങ്ങളെ നോക്കിയത്. അതുകൊണ്ട് മറ്റൊരർത്ഥത്തിലും എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുകയില്ല, അർജുനൻ ഉർവശിയോട് പറഞ്ഞു. അപ്സരസുകൾക്ക് ആരുമായും വിവാഹബന്ധമില്ല. അതുകൊണ്ട് വീര, നീ എന്നെ സ്വീകരിച്ചാലും. വീണ്ടും ഉർവശി പറയുകയാണ്, കുന്തിയെപ്പോലെ മാദ്രിയെപ്പോലെ മാതാവിന്റെ സ്ഥാനത്തെ നിങ്ങളെയും എനിക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അർജുനന്റെ ഈ മറുപടി കേട്ട് ഉർവശി ദേഷ്യപ്പെടുകയും അർജുനനെ ശപിക്കുകയും ചെയ്തു. ഉർവശി ശാപം: നീ ഒരു ഷണ്ടനായി പോകട്ടെ, നീ സ്ത്രീകൾക്ക് നൃത്തം പഠിപ്പിക്കുന്നവനായി തീരട്ടെ. ഭയന്നു വിറച്ച അർജുനൻ, ഉർവശി ശാപത്താൽ ഭയന്നു വിറച്ച അർജുനൻ നേരെ ചിത്രസേനനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചിത്രസേനൻ ഇന്ദ്രനോടും കൂടി അവതരിപ്പിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, മകനെ, നീ ഭയക്കേണ്ടതില്ല. ഉർവശി ശാപം നിനക്ക് പ്രയോജനമായി വരുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. അജ്ഞാതവാസ സമയത്ത് നീ നപുംസകമായി മാറും. നൃത്താഭ്യാസവും അവിടെ നടത്തും. അതിനുശേഷം നിനക്ക് പുരുഷത്വം തിരിച്ചു കിട്ടുകയും ചെയ്യും. ഈ ശാപം നിനക്ക് ഉപകാരമായി വരും. ഗന്ധർവന്മാരുടെ രാജാവാണ് ചിത്രസേനൻ. ചിത്രസേനനുമൊത്ത് അർജുനൻ സ്വർഗീയ സുഖങ്ങളെല്ലാം തന്നെ അനുഭവിച്ചു. അർജുനന്റെ ഈ ഒരു കഥ, സ്വർഗാരോഹണ കഥ കേൾക്കുന്നവരിൽ പാപചിന്ത ഉണ്ടാവുകയില്ല എന്ന് മഹത് വ്യക്തികൾ അഭിപ്രായപ്പെടുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലോമേശ മഹർഷി സ്വർഗത്തിലെത്തി. അവിടെ അർദ്ധാസനത്തിൽ ഇരിക്കുന്ന അർജുനനെ കണ്ട് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് ഇവൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത്, ഇന്ദ്രന്റെ അടുത്ത് വന്നിരിക്കുന്നത്? ഇത്രയ്ക്കൊക്കെ ഇവന് അർഹതയുണ്ടോ? അപ്പോൾ ഇന്ദ്രൻ പറയുകയാണ്, ഇത് സാധാരണ മനുഷ്യനല്ല, നരനാണ്. നരനാരായണന്മാരിലെ നരനാണ് അർജുനൻ. അവൻ എല്ലാ ദേവന്മാരുടെ സിദ്ധികളും ലഭിച്ചവനാണ്. ഇപ്പോൾ അസുരന്മാരായ നിവാത കവചന്മാർ സ്വർഗത്തെ കീഴടക്കാനായി കാത്തിരിക്കുകയാണ്. എനിക്ക് ശല്യമായി തുടങ്ങിയിരിക്കുന്നു. അവരെ വകവരുത്താനാണ് അർജുനൻ ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം അർജുനൻ മർത്യലോകത്തിലേക്ക് തിരിച്ചുപോയിക്കൊള്ളും. ലോമേശ മഹർഷിയോട് ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിലെ കാമ്യകവനത്തിലേക്ക് അങ്ങ് പോകണം, ധർമ്മപുത്രരെ കാണണം, അർജുനനെ പറ്റി ചിന്തിച്ചു ദുഃഖിക്കരുതെന്ന് പറയണം. പാർത്ഥൻ അസ്ത്രവിദ്യയിലും നൃത്ത സംഗീതാദികളിലും നൈപുണ്യം നേടിയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കണം.
തീർത്ഥയാത്ര നടത്തി പാപങ്ങൾ ഒടുക്കി രാജ്യഭാരം ഏറ്റെടുക്കാൻ വേണ്ട പരിശുദ്ധി നേടണമെന്ന് നിർദ്ദേശിക്കാനും മടിക്കണ്ട. വ്യാസമഹർഷിയിൽ നിന്നും അർജുനന്റെ വിജയങ്ങളെല്ലാം ധൃതരാഷ്ട്രർ അറിഞ്ഞു. സഞ്ജയനെ ഉടനെ വിളിച്ചു വരുത്തി ചോദിക്കുകയാണ് ധൃതരാഷ്ട്രർ. പാണ്ഡവരെല്ലാം ശക്തി നേടിക്കഴിഞ്ഞു. കൃഷ്ണനും ബലരാമനും അവരുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഇതാ സ്വർഗത്തിൽ പോയി അർജുനൻ എല്ലാം നേടിയിരിക്കുന്നു. എൻ്റെ മകൻ ദുര്യോധനൻ തോൽക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി എന്തു ചെയ്യും? അപ്പോൾ സഞ്ജയൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. അങ്ങേക്ക് എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു, പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സ്നേഹം നിമിത്തം ദുഷ്പ്രവർത്തികളിൽ നിന്നു പോലും പുത്രന്മാരെ അങ്ങ് വിലക്കിയില്ല. അതിൻ്റെ എല്ലാം ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. കള്ളച്ചൂതിൽ തോറ്റ പാണ്ഡവർ ആദ്യം കാമ്യകവനത്തിൽ പോയപ്പോൾ ശ്രീകൃഷ്ണൻ അവരെ സമാശ്വസിപ്പിക്കാൻ അവിടെ എത്തിയിരുന്നു. ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, കേകയൻ, ദൃഷ്ടകേതു തുടങ്ങിയവരുമായി ആലോചനകൾ നടത്തിയതും അവർ പാണ്ഡവരോട് പറഞ്ഞ കാര്യങ്ങളും ചാരന്മാർ മുഖേന അറിഞ്ഞ് ഞാൻ അങ്ങയെ അറിയിച്ചിരുന്നതല്ലേ? ഇവരെല്ലാം ചേർന്ന് നമ്മെ ആക്രമിക്കുമ്പോൾ ആരെതിരിടും? അർജുനൻ സ്വർഗത്തിൽ പോയ സമയത്ത് ഭീമന് പേടിയായി. ഭീമൻ പറഞ്ഞു ധർമ്മപുത്രരോട്, അങ്ങ് കാരണമാണ് ഞാൻ എൻ്റെ ക്രോധത്തെ അടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവരെ പോയി ചൂട്ടുചാമ്പലാക്കിയേനെ. നമ്മുടെ എല്ലാം ഏക ആശ്രയം അർജുനനാണ്. അവനിതാ നമ്മെ വിട്ട് ദൂരെ കഴിയുന്നു. അവനില്ലെങ്കിൽ നമ്മൾ ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ ധർമ്മപുത്രർ ഇങ്ങനെ പറഞ്ഞു, ഭീമ, നീ ക്രോധത്തെ അടക്കൂ, നീ ക്ഷമിക്കൂ. 13 വർഷം ഞാൻ കൊടുത്ത വാക്ക്, ആ വാക്ക് തെറ്റിച്ചാൽ എനിക്ക് വിലയില്ലാതാകും. വാക്കിന് വിലയുണ്ട്. അതുകൊണ്ട് 13 വർഷം വരെ നീ ക്ഷമിക്കൂ. അത് കഴിഞ്ഞ് നീ പോയി ദുര്യോധനന്റെ കഥ കഴിച്ചുകൊള്ളുക. ചതിയിലൂടെ ആരെയും നമുക്ക് തോൽപ്പിക്കേണ്ട. 13 വർഷം കഴിഞ്ഞ് ചതിയിലൂടെ അല്ലാതെ തന്നെ നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞ് യുധിഷ്ഠിരൻ ഭീമനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബൃഹദശ്വൻ എന്ന മഹർഷി ആ വഴിക്ക് വന്നു. ഇനി നളചരിതം കഥയുമായി അടുത്ത ഭാഗത്ത് കാണാം. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.